ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ 7 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചതിൽ പൂർണ്ണ മൃതദേഹങ്ങളുള്ളത്. അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പഴയന്നൂർ, വെണ്ണൂർ, പാറക്കുണ്ട് സ്വദേശിയായ സുദർശനൻ, അതോടൊപ്പം തന്നെ പാലക്കാട് കല്ലൂർ കുമരനെല്ലൂർ മടിപ്പുറത്ത് വീട്ടിൽ കോർമൻ മകൻ വാസുദേവൻ എന്നയാൾ, കുണ്ടന്നൂർ പുതുക്കാട്ടിൽ സ്വദേശിയായിട്ടുള്ള സുവിൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സുദർശൻ്റെയും വാസുദേവൻ്റെയും മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നത്. സുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട്. ബാക്കി 4 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 13 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. അതിൽ ഈ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ സതീഷ്, പ്രവീൺ എന്നിവർ വെന്റിലേറ്ററിലാണുള്ളത്. ഈ 2 പേരും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. ബാബു, വിഷ്ണു, രാജേഷ്, ഹരി, അനിത, അഖിൽ, ഉദയകുമാർ, സുഭദ്ര, ഭവാനി, സുന്ദരൻ, സാജൻ, ബാബു എന്നിവരാണ് ചികിത്സയിലുള്ള മറ്റ് ആളുകൾ. ഇതിൽ സുഭദ്രയെ ഡിസ്ചാർജ് ചെയ്തതായും അറിയിക്കുന്നുണ്ട്. സുഭദ്ര കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അവർക്ക് തലയിൽ പരിക്കേറ്റിരിക്കുകയായിരുന്നു. ആവശ്യമായ ചികിത്സ നൽകിയതിന് ശേഷം അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ 9 മൃതദേഹ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇവ തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയാണ് ഇന്ന് നടക്കുക. DNA സാമ്പിളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. വയനാട് ദുരന്ത സമയത്തുണ്ടായതിന് സമാനമായ രീതിയിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് നിലവിൽ ഇന്ന് വിദഗ്ധ സംഘം എത്തുന്നതിനനുസരിച്ച് ഈ DNA സാമ്പിളിംഗ് നടത്തും. ഈ അപകടത്തിൽപ്പെട്ടവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ബന്ധുക്കളോ മറ്റോ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ തന്നെ ആശങ്കയിലാണ്. ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. അതോടൊപ്പം തന്നെ കാണാതായ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളും മറ്റ് ഉറ്റവരും വരുന്നതിനനുസരിച്ച് അവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് നിലവിൽ ലഭ്യമായിട്ടുള്ള ശരീരഭാഗങ്ങളും അതോടൊപ്പം തന്നെ മൃതദേഹവുമായും DNA സാമ്പിളിംഗ് പരിശോധന നടത്തും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘം രാവിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയായിരിക്കും DNA സാമ്പിളിംഗ് നടത്തുക. അതേസമയം മറുവശത്ത് പെസോ, അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, ഒപ്പം ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയ സംഘം, RDO തുടങ്ങിയ ആളുകൾ സംഭവ സ്ഥലത്തെത്തി അവിടെ പരിശോധന നടത്തും. എത്രത്തോളം കരിമരുന്ന് സൂക്ഷിച്ചിരുന്നു, ലൈസൻസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ സ്ഫോടനത്തിൻ്റെ കാരണം സംബന്ധിച്ചുള്ള പരിശോധന, ഒപ്പം മറ്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കൂടാതെ ഈ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി ആരെങ്കിലും കണ്ടെത്തേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിൽ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഉള്ള പരിശോധനയും നടക്കും. ആ പരിശോധനയുടെ ആദ്യഘട്ട ദൃശ്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ജോയ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജോയ് നൽകുന്ന വിവരമനുസരിച്ച് അവിടെ ഡ്രോൺ പരിശോധനയും കെടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധനയുമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസവും പോലീസും ഫയർഫോഴ്സും പരിശോധന നടത്തിയിരുന്നു. കാരണം ഈ ദുരന്തം ഉണ്ടാകുന്നത് ഏകദേശം 3 മണിയോടുകൂടിയാണ്. അതിനുശേഷം 6 മണിയോട് അടുക്കുമ്പോഴാണ് ഈ രക്ഷാപ്രവർത്തന സംഘത്തിന് അവിടേക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞത്. അതുവരെ തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങളുണ്ടായിരുന്നു. അതിന് 6 മണിക്ക് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷവും സമാനമായ രീതിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തുന്ന സാഹചര്യമുണ്ടായത്. അപ്പോഴൊക്കെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇന്നും രാവിലെയും ആരംഭിക്കുന്നത്. രാവിലെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശം 2.5 ഏക്കറോളം വരുന്ന പാടശേഖരമാണ്. അതിലാണ് ഈ വെടിക്കെട്ടിനാവശ്യമായ കരിമരുന്ന്, ഇത് കോപ്പുകൾ അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ, പടക്കങ്ങൾ നിർമ്മിക്കുന്ന ശാലകൾ ഉണ്ടായിരുന്നത്, പടക്ക നിർമ്മാണ ശാലകൾ പ്രവർത്തിച്ചിരുന്നത്. ആ പ്രദേശത്തൊക്കെ തന്നെ ഏരിയൽ ഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരാനാണ് തീരുമാനം. അപ്പോൾ വലിയ പരിശോധിക്കേണ്ട സ്ഥലം വലിയ വ്യാപ്തിയുള്ള അല്ലെങ്കിൽ ഒരുപാട് വലിയ പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് ഏറ്റവും വേഗത്തിൽ പരിശോധന നടത്താനുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം കെടാവർ നായ്ക്കളെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡിൻ്റെ സംഘമാണ് എത്തിയത്. ഇനി ഇടുക്കിയിൽ നിന്നുകൂടി എത്തുമെന്നാണ് ജോയ് നൽകുന്ന വിവരം. ജോയ് തുടരുന്നുണ്ട്. ജോയ്, ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഡ്രോൺ പരിശോധന ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടുണ്ട്. എത്ര ദൂരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്? നമുക്കറിയാം അതൊരു വലിയ പാടശേഖരമാണ്. സമീപത്ത് വീടുകളിലേക്ക് ഉൾപ്പെടെ പ്രകമ്പനം എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പല വീടുകളുടെ ഭാഗത്തു നിന്നും
ചില അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചു എന്ന തരത്തിൽ പ്രദേശവാസികൾ പറയുകയും ചെയ്തിരുന്നു. ഇന്നലെ ലെവിൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പാടശേഖരത്തിൻ്റെ പല ഭാഗത്തു നിന്നും വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ എത്ര ദൂരത്തിൽ എത്ര ആഴത്തിൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ മറ്റ് കിടാവർ നായകളുടെ സംഘം എപ്പോഴാണ് എത്തുന്നത്? ഒപ്പം ഈ പെസോ സംഘം എപ്പോൾ എത്തി പരിശോധന ആരംഭിക്കും? വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഇന്നലെ അവസാനിപ്പിച്ചെടുത്ത് തന്നെയാണ് ഇന്നും വീണ്ടും പരിശോധന പുനരാരംഭിക്കുക. അതായത് നമ്മൾ ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ വെടിപ്പുരകൾ അല്ലെങ്കിൽ പടക്കോപ്പ് നിർമ്മാണ സ്ഥലങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ അതിന് ചുറ്റുപാടും നിന്നായിരിക്കും ഈ പരിശോധന ഇന്നും ആരംഭിക്കുക. അതിനുശേഷം ഈ പാടശേഖരങ്ങൾ, നമുക്കറിയാം 2.5 ഏക്കറോളം വരുന്ന വിസ്തീർണമായ പാടശേഖരത്തിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം ഇതിന് ഈ പാടശേഖരത്തിനും പല ജലാശയങ്ങൾ, ചെറിയ കുളങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അവിടെയും പരിശോധനകൾ ഇന്നലെ നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ തുടർച്ച ഇന്നും ഉണ്ടാകും. അപ്പോൾ പ്രധാനമായും ഈ വെടിക്കോപ്പുകൾ അല്ലെങ്കിൽ നിർമ്മിച്ചിരുന്ന ഈ പാടശേഖരത്തിൽ നടക്കുന്നതായിരിക്കും ഇന്നത്തെ പരിശോധനയും ആരംഭിക്കുക. അതിനുശേഷം ഓരോ ഏരിയകളായി തിരിച്ച് അവിടെയും പരിശോധന നടത്തി മറ്റ് സാമ്പിളുകൾ ശേഖരിക്കേണ്ട ആവശ്യമായ സാമ്പിളുകളും ശേഖരിച്ച് മറ്റുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ ഇന്നും നടക്കുക എന്നാണ് നമുക്ക് ഈ ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഈ പരിശോധനയും ഇന്നത്തെ പരിശോധനകൾ എങ്ങനെ വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഉന്നത പോലീസ് അധികാരികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നിലവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് ഇന്നത്തെ പരിശോധനകൾ വേണ്ടതുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും ബാക്കി DNA സാമ്പിളിങ്ങിനുള്ള സംഘം, അതായത് തിരുവനന്തപുരത്തുള്ള സംഘം മെഡിക്കൽ കോളേജുകളിലെത്തും. അവർ എത്തി ബന്ധുക്കളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് DNA ക്രോസ് മാച്ചിങ് ഉൾപ്പെടെ നടത്തിയ ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലേക്ക് കടക്കും. പിന്നെ പെസോ സംഘമായാലും ഈ സാഹചര്യം വിലയിരുത്താനായിട്ട് ഒരു 9 മണിയോടുകൂടി എത്തും. 9 മണിക്ക് ശേഷം എത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഡോഗ് സ്ക്വാഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള 2 ഡോഗുകൾ കൂടി എത്തേണ്ടതുണ്ട്. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ നിലവിൽ ഇവിടെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പരിശോധന നടത്തിയെടുത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുക. അതിനുശേഷം ഓരോ ഏരിയകളായിട്ട് തിരിച്ചായിരിക്കും ഗൗതം പരിശോധന നടത്തുക. തീർച്ചയായിട്ടും വലിയ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധനകൾ നടക്കുക. നമുക്കറിയാം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ജോയ്, ഈ സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ രാഷ്ട്രീയ നേതൃത്വം എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഇന്നും ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാർ പലരും അവിടെ എത്തിയിരുന്നു, പല നേതാക്കളും അവിടെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ മറ്റ് മന്ത്രിമാർ കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഈ പൊതുവിൽ ഈ സംഭവത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഇന്നും ഇപ്പോൾ അത് തുടരാനുള്ള സാധ്യതയുള്ളത്. എന്തൊക്കെയാണ് അത്തരത്തിൽ ഈ തെരച്ചിലിനെ സഹായിക്കാൻ പ്രാദേശിക തലത്തിൽ അത്തരം സന്നദ്ധ സംഘടനകളുടെ സഹായം തേടുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. കഴിഞ്ഞ ദിവസം അവരുമൊക്കെ ഈ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഗൗതം, നമുക്കിത് രാവിലെയോടുകൂടി തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് 6:30 ശേഷം അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിക്കും. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോയി പരിക്കേറ്റവരെയും സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം തന്നെയായാലും പ്രതിപക്ഷ നേതാവായ VD സതീശനും മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. അവിടെ പരിക്കേറ്റവരെ കണ്ടതിന് ശേഷം അദ്ദേഹം സംഭവ സ്ഥലത്ത് മുണ്ടത്തിക്കോട് പാടശേഖരത്തിലേക്ക് എത്തും. ഇവിടുത്തെ സാഹചര്യം അദ്ദേഹം വിലയിരുത്തും. അതുപോലെ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് സ്ഥലത്ത് സന്ദർശനം നടത്തുമെന്ന് അറിയുന്നുണ്ട്. ഇവരൊക്കെ ഒരു 9:45 കൂടിയാകും ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അപ്പം നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സേനാംഗങ്ങൾ ഇന്ന് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഫോഴ്സുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതായത് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇവിടെയുണ്ട്. അപ്പോൾ സിവിൽ ഡിഫൻസ് ടീമിൽ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പാടശേഖരത്ത് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സും മറുഭാഗത്തു നിന്ന് പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ പോലീസ് സംഘവും ഇവർക്കൊപ്പമുണ്ട്. അപ്പോൾ ഡ്രോൺ പരിശോധനകൾ ഇപ്പോൾ 2 ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് നിലവിൽ നടക്കുന്നത്. അതായത് ഈ പാടശേഖരത്തിന് തൊട്ടടുത്തുള്ള, അതായത് ഈ വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നതിന് തൊട്ടടുത്തുള്ളിടത്താണ് ഇപ്പോൾ ഡ്രോൺ പരിശോധനയും ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയും നടക്കുന്നത്. അതിനുശേഷം ഇവർ ഈ ഏരിയ കവർ ചെയ്തതിനു ശേഷം അടുത്ത ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പാടശേഖരത്തിൻ്റെ ഓരോ ഭാഗമായി തിരിച്ച് പരിശോധനകൾ നടത്തും. കൃത്യമായ പരിശോധനയിലൂടെ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ, കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒരു വ്യക്തത തരുന്ന രീതിയിൽ
നിലയിലായിരിക്കും ഇന്നത്തെ പരിശോധനയും നടക്കുക. നിലവിൽ എന്തായാലും ഇപ്പോൾ പരിശോധനകൾ ഇപ്പോൾ ആദ്യഘട്ടം എന്നോണം ഇന്നിവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് 6 മണിയോടുകൂടി നമ്മൾ എത്തിയപ്പോൾ തന്നെ ആയാലും ഇവിടെ പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷമായാലും ഇപ്പോൾ കൂടുതൽ സേനാംഗങ്ങൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെയായാലും നമ്മൾ കണ്ടതാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. മെഡിക്കൽ കോളേജ് ആരോഗ്യമന്ത്രി, അതുപോലെ തന്നെ പി രാജീവ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. മുഹമ്മദ് റിയാസും അതുപോലെ തന്നെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതുപോലെ തന്നെ വേണ്ട, അതായത് ഈ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും, അതായത് ഈ വെടിക്കെട്ട് അപകടം കാരണം ബാധിക്കപ്പെട്ട എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, പല ഉന്നത നേതാക്കളും ഈ അപകടത്തെ അനുശോചിച്ച് രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ പലരും പല സഹായങ്ങളും, അതായത് പ്രധാനമന്ത്രി അടക്കം ഈ ബാധിക്കപ്പെട്ടവർ, അതായത് അപകടത്തിൽ ബാധിക്കപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാര തുക ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ